സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരം കാത്ത് ആയിരങ്ങൾ. 2021 മുതൽ ഇതുവരെ 6773 പേർക്കാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ ബാക്കിയുള്ളത്. മതിയായ ഫണ്ടില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കഴിഞ്ഞ 7 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 730 പേർ കൊല്ലപ്പെട്ടതായും സർക്കാർ നിയമസഭയിൽ അറിയിച്ചു. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണാനന്തര നഷ്ടപരിഹാരം, ചികിത്സാ സഹായം, കൃഷിനാശം ഇങ്ങനെ 6773 അപേക്ഷകളാണ് ഇപ്പോഴും സർക്കാരിന്റെ കനിവ് കാത്തു നിൽക്കുന്നത്. 2021-22 1191 അപേക്ഷകൾ, 22-23 2222 എണ്ണം. നടപ്പ് സാമ്പത്തിക വർഷത്തെ 3363 അപേക്ഷകൾക്കും സർക്കാർ ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫണ്ട് അനുവദിക്കുന്നതിന് പ്രധാന വെല്ലുവിളിയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. വ്യക്തമായ രേഖകൾ സമർപ്പിക്കാത്തതും മരിച്ചവരെ തിരിച്ചറിയാൻ കഴിയാത്തതും മറ്റ് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ 2017 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ് 730 പേർ കൊല്ലപ്പെട്ടതെന്നും വനം മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാലക്കാട് 173, തൃശൂർ 104, മലപ്പുറം 64, കണ്ണൂർ 61 എന്നിങ്ങനെയാണ് കൂടുതൽ മരണങ്ങൾ സംഭവിച്ച ജില്ലകളിലെ കണക്കുകൾ. എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലാണ് കുറവ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മലയോര ജില്ലകളായ ഇടുക്കിയിൽ 40ഉം വയനാട്ടിൽ 37 പേരും മരിച്ചു. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ മാത്രം 281 പേർ മരിക്കുകയും 2884 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഈ കാലയളവിൽ 20,957 പേർക്കാണ് കൃഷിനാശം സംഭവിച്ചത്. കൃഷിനാശമേറെയും വയനാട് ജില്ലയിലായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.